أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين حمدا كثيرا طيبا مباركا فيه. بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم. بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم. الصلاة والسلام عليك يا سيدي يا رسول الله. خذ بيدي كلة خيرتي أدركني يا رسول الله. الصلاة والسلام عليك يا سيدي يا رسول الله. خذ بيدي كلة خيرتي أدركني يا رسول الله. الصلاة والسلام عليك يا سيدي يا رسول الله. خذ بيدي كلة خيلتي أدركني يا رسول الله. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. أما بعد والعاقبة للمتقين. സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, രക്ഷിതാക്കളെ, വാത്സല്യനിധികളായ മക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പരിശുദ്ധമായ സഫർ മാസത്തിലാണ് നാം നിലകൊള്ളുന്നത്. അല്ലാഹു സുബ്ഹാനഹു തആല പരിശുദ്ധമായ ഈ മാസത്തിൻ്റെ ബർക്കത്ത് കൊണ്ട്, മഹാന്മാരുടെയൊക്കെ ഹക്ക് ജാ ബർക്കത്ത് കൊണ്ട് അള്ളാഹു നമ്മുടെ ഹലാലായ ഉദ്ദേശങ്ങളും മുറാദുകളും അള്ളാഹു പൂർത്തിയാക്കി തരുമാറാവട്ടെ. ഒന്നരായിരിക്കുന്ന തിരുപ്പനഞ്ചി മുഹമ്മദ് മുസ്ലിയാരുടെ ആണ്ട് നേർച്ച നടക്കുന്ന സമയമാണ്. അള്ളാഹു സുബ്ഹാനഹു തആല തിരുപ്പഞ്ചി ഉസ്താദിൻ്റെ ഹക്ക് ജാ ബർക്കത്ത് കൊണ്ട് നമ്മുടെയൊക്കെ ഹലാലായ ഉദ്ദേശങ്ങളും മുറാദുകളൊക്കെ ഹാസിലാക്കി തരുമാറാവട്ടെ. മൺമറഞ്ഞു പോയ ഒരുപാട് അമ്പിയാക്കന്മാർ, ഔലിയാക്കന്മാർ ഇവിടെയൊക്കെ മഹദ് ഫضല് കൊണ്ട് നമ്മുടെയൊക്കെ ഹലാലായ ഉദ്ദേശങ്ങൾ മുറാദുകളൊക്കെ അള്ളാഹു പൂർത്തിയാക്കി തരുമാറാവട്ടെ. മുത്ത് മുഅ്മിനീങ്ങളെ, ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തിട്ടുണ്ട്. അവിടെയൊക്കെ ഹലാലായ ഉദ്ദേശങ്ങൾ മുറാദുകൾ അള്ളാഹു പൂർത്തിയാക്കി കൊടുക്കുമാറാവട്ടെ. പലരും കടങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവരാണ്. അവിടെ കടങ്ങൾ അല്ലാഹു വീട്ടി കൊടുക്കുമാറാവട്ടെ. അതിനുള്ള വഴികൾ അല്ലാഹു തുറന്നു കൊടുക്കുമാറാവട്ടെ. അതുപോലെ പലരും രോഗികളാണ്. അവിടെ രോഗങ്ങളൊക്കെ അല്ലാഹു എത്രയും പെട്ടെന്ന് ഷിഫാ നൽകുമാറാവട്ടെ. മക്കളില്ലാത്തവർക്ക് സ്വാലിഹത്തായ മക്കളെ അല്ലാഹു നൽകുമാറാവട്ടെ. ഉള്ള മക്കളെ അല്ലാഹു സ്വാലിഹീങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. വിവാഹപ്രായമെത്തിയ യുവതി യുവാക്കന്മാർ, അവർക്ക് അനുയോജ്യമായ ഇണകളെ അള്ളാഹു നൽകുമാറാവട്ടെ. അതുപോലെ വിദേശത്തും സ്വദേശത്തുമായി ജോലി ചെയ്യുന്ന ഒരുപാട് ആളുകൾ, അവിടെ ജോലിയിലൊക്കെ അള്ളാഹു ഖൈറും ബർക്കത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. അവിടെയൊക്കെ വീടുകളിൽ അള്ളാഹു ഖൈറും ബർക്കത്തും പ്രദാനം ചെയ്യട്ടെ. മുത്ത് മുഅ്മിനീങ്ങളെ, നമ്മൾ അള്ളാഹുവിൻ്റെ അസ്മാഉൽ ഹുസ്നയിലെ ചില ഇസ്മുകളുടെ മഹത്വമാണ് പറഞ്ഞിരുന്നത്. ഇന്ന് മറ്റ് രണ്ട് ഇസ്മുകളുടെ മഹത്വത്തെക്കുറിച്ചാണ് പറയുന്നത്. ഇത് എന്തിനു വേണ്ടി ചെല്ലാം, ഇതെന്ത് ആവശ്യത്തിന് ചെല്ലണം, എത്ര പ്രാവശ്യം ചെല്ലണം, ഏത് സമയത്താണ് ഇത് ചൊല്ലേണ്ടത് എന്നുള്ളതിനെക്കുറിച്ചാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞു തരുന്നത്. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. ഇത് ചൊല്ലുന്നവരുടെയൊക്കെ ഉദ്ദേശങ്ങളും മുറാദുകളും അള്ളാഹു പൂർത്തിയാക്കി കൊടുക്കുമാറാവട്ടെ. ആദ്യമായിട്ടാണ് ഈ വീഡിയോസ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടുക. നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാരിലേക്കും കുടുംബങ്ങളിലേക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അല്ലാഹു സുബ്ഹാനഹു തആല അല്ലാഹു തആലാൻ്റെ പരിശുദ്ധമായ നാമങ്ങളാണ് ഈ ഇസ്മുകൾ. നമ്മൾ ചൊല്ലുന്ന ഒരുപാട് മഹത്വങ്ങളുണ്ട്. മഹാന്മാർ നമുക്ക് പഠിപ്പിച്ചു തരുന്ന ഒരുപാട് മഹത്വങ്ങളുണ്ട് അള്ളാഹുവിൻ്റെ ഇസ്മുകൾക്ക്. ഇൻഷാ അല്ലാഹ്
ഇതൊക്കെ ചൊല്ലുന്നതിലൂടെ നമ്മളുടെ കൽബിൽ ഒരു പ്രകാശം അല്ലെങ്കിൽ ഒരു തഖ്വ നമ്മളിലേക്ക് അല്ലാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മളുടെ ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞു തരുന്നത് യാ ഹഫീളു യാ അല്ലാ, യാ സലാമു യാ അല്ലാ എന്ന ഈ രണ്ട് ഇസ്മുകളുടെ മഹത്വമാണ്. ഈ രണ്ട് ഇസ്മുകൾ ഒരുമിച്ച് ചൊല്ലിയാലുള്ള നേട്ടങ്ങൾ, അതിനെക്കുറിച്ചാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞു തരുന്നത്. യാ ഹഫീളു യാ അല്ലാ, കാത്തു രക്ഷിക്കുന്നവൻ എന്നാണ്. സർവചരാചരങ്ങളെയും അപകടങ്ങളിൽ നിന്ന്, നാശങ്ങളിൽ നിന്നും കാത്തുരക്ഷിക്കുന്നവൻ എന്നാണ് ഇതിൻ്റെ പൊതുവായ അർത്ഥം, പൊരുൾ. ഇതിൻ്റെ മഹത്വം ശത്രുക്കളുടെ ശല്യം, അസൂയ, ആഭിചാരം, കണ്ണേറ് എന്നിവയിൽ നിന്ന് രക്ഷ നേടാൻ ഈ നാമം ഉരുവിടുന്നത് ഉത്തമമാണ്. ശത്രുക്കളുടെ ശല്യം, അസൂയ, ആഭിചാരക്രമം, കണ്ണേറ് എന്നിവയിൽ നിന്ന് രക്ഷ നേടാൻ ഈ യാ ഹഫീളു യാ അല്ലാ എന്ന നാമം ചൊല്ലുന്നത് വളരെ ഉത്തമമാണ്. അതുപോലെ യാ സലാമു യാ അല്ലാ, സമാധാനം നൽകുന്നവൻ എന്നാണ്. എല്ലാ കുറവുകളിൽ നിന്നും മുക്തനായവൻ, തൻ്റെ സൃഷ്ടികൾക്ക് സമാധാനവും സുരക്ഷിതത്വവും നൽകുന്നവൻ എന്നാണ്. രോഗങ്ങൾ, വിഷമങ്ങൾ, മാനസിക പ്രയാസങ്ങൾ എന്നിവയിൽ നിന്ന് മോചനം നേടാൻ ഈ നാമം ചൊല്ലി പ്രാർത്ഥിക്കുന്നത് വളരെ ഉത്തമമാണ്. യാ സലാമു യാ അല്ലാ, എല്ലാ കുറവുകളിൽ നിന്നും മുക്തനായവൻ, തൻ്റെ സൃഷ്ടികൾക്ക് സമാധാനവും സുരക്ഷിതത്വവും നൽകുന്നവൻ എന്നാണ്. അതുപോലെ രോഗങ്ങൾ, വിഷമങ്ങൾ, മാനസിക പ്രയാസങ്ങൾ എന്നിവയിൽ നിന്ന് മോചനം നേടാൻ ഈ നാമം ചൊല്ലിക്കൊണ്ട് പ്രാർത്ഥിച്ചാൽ വളരെ ഉത്തമമാണെന്ന് മഹാന്മാർ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അതുപോലെ ഈ രണ്ട് ഇസ്മുകൾ ഒരുമിച്ച് ചൊല്ലിയാൽ ഉള്ള ഗുണം എന്താണ്? കുടുംബത്തിലും മനസ്സിലും സമാധാനവും ഐശ്വര്യവും വർദ്ധിക്കുമെന്ന് മഹാന്മാർ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അതുപോലെ ഈ ഇസ്മു ചൊല്ലേണ്ട സമയം സുബഹിക്ക് ശേഷവും മഗ്‌രിബിന് ശേഷവുമാണ്. രാവിലെയും വൈകുന്നേരവും ാണ് ചൊല്ലേണ്ടത്. 100 പ്രാവശ്യം ഈ ഇസ്മു ചൊല്ലിയാൽ യാ ഹഫീളു യാ അല്ലാ, യാ സലാമു യാ അല്ലാ എന്ന ഈ രണ്ട് ഇസ്മുകൾ ഒരുമിച്ച് ചൊല്ലിക്കൊണ്ട് രാവിലെയും വൈകുന്നേരവും 100 പ്രാവശ്യം ഒരു മനുഷ്യൻ ചൊല്ലിയാൽ അവന് ഒരുപാട് നേട്ടങ്ങളുണ്ടെന്ന് മഹാന്മാർ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. ഈ രണ്ട് നാമങ്ങളും ചേർത്ത് യാ ഹഫീളു യാ അല്ലാ, യാ സലാമു യാ അല്ലാ എന്ന് പതിവായി ചൊല്ലുന്നത് ഏത് വലിയ ആപത്തുകളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും അല്ലാഹുവിൻ്റെ കാവലും രോഗശാന്തിയും ലഭിക്കുമെന്ന് എന്മാർ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. ഈ രണ്ട് നാമങ്ങളും ചേർത്ത് യാ ഹഫീളു യാ അല്ലാ, യാ സലാമു യാ അല്ലാ എന്ന് ഒരു മനുഷ്യൻ പതിവായി ചൊല്ലിപ്പോരുകയാണെങ്കിൽ അവന് ഏത് വലിയ ആപത്തുകളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും അല്ലാഹുവിൻ്റെ കാവലും രോഗശാന്തിയും ലഭിക്കാൻ ഏറെ ഫലപ്രദമാണെന്ന് പണ്ഡിതന്മാരും ഉലമാക്കളും നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. ഈ ദിക്റിൻ്റെ പ്രത്യേകത, ഏതൊരു ആവശ്യമാണോ നമ്മൾ ഉദ്ദേശിക്കുന്നത് ആ ആവശ്യങ്ങൾക്കൊക്കെ ഈ ഇസ്മുകൾ നമുക്ക് ഉപകാരപ്രദമാണ്. യാ ഹഫീളു യാ അല്ലാ എന്ന ഈ രണ്ട് ഇസ്മുകൾ ഒരുമിച്ച് ചൊല്ലുന്നത് വളരെ മഹത്വമുള്ള ഒരു ഇസ്മാണ്. ഈ ഇസ്മുകൾ
ഞാനും നിങ്ങളും ജീവിതത്തിൽ പകർത്താൻ ശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളുടെയൊക്കെ ഹലാലായ ഉദ്ദേശങ്ങൾ, മുറാദുകൾ, രോഗങ്ങളൊക്കെ അല്ലാഹു ശിഫയാക്കി തരുമാറാവട്ടെ. നമ്മുടെ രോഗങ്ങൾ അല്ലാഹു ശിഫയാക്കി തരുമാറാവട്ടെ. നമ്മുടെ ഉദ്ദേശങ്ങൾ അല്ലാഹു പൂർത്തിയാക്കി തരുമാറാവട്ടെ. ഒരുപാട് ആളുകൾ പല പ്രയാസത്തിലും അകപ്പെട്ടിരിക്കുകയാണ്. ഈ 2 ഇസ്മുകൾ ധാരാളമായി ചൊല്ലിയാൽ നമ്മുടെ പ്രയാസങ്ങൾ മാറും. നല്ല വിശ്വാസം വേണം. ഇഖ്ലാസോടുകൂടി ഒളൂ എടുത്ത് കിബിലക്ക് അഭിമുഖമായിരുന്ന് ഇത് ചൊല്ലുന്നതിന് മുമ്പ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേലിൽ 3 സ്വലാത്ത് ചൊല്ലുക. ഇസ്മുകൾ ചൊല്ലിക്കഴിഞ്ഞതിന് ശേഷവും ആദ്യവും അവസാനവും ഹബീബിൻ്റെ മേലിൽ 3 സ്വലാത്ത് നമ്മൾ ചൊല്ലുക. എന്നിട്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യുക. ഇൻഷാ അള്ളാഹ് നമ്മളെല്ലാ പ്രയാസങ്ങളും അള്ളാഹു തീർത്തു തരും. ഇൻഷാ അള്ളാഹ്. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ഇത് ജീവിതത്തിൽ പകർത്താൻ എനിക്കും നിങ്ങൾക്കും അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. വീഡിയോസ് കാണുന്നവർ അവസാനം വരെ കാണുക ഇൻഷാ അള്ളാഹ്. അതുപോലെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ നല്ല അറിവുകളുമായി ഇൻഷാ അള്ളാഹ് ഇനിയും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.